ഇന്ന് നമുക്ക് ബാലയ്യ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന അഖണ്ഡ പാർട്ട് 2 താണ്ഡവം എന്ന തെലുങ്ക് ആക്ഷൻ സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ തിബറ്റിലെ ബോർഡറിലുള്ള ഒരു ഗ്രാമത്തിൽ ഉത്സവം നടക്കുന്നതാണ് കാണിക്കുന്നത്. ഗ്രാമവാസികളെല്ലാം ഉത്സവം ആഘോഷമാക്കും. എല്ലാവരും ഉത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു ഗ്രാമവാസികൾ കുറെ പേർ വെടിയേറ്റ് മരണപ്പെട്ടു വീഴുന്നതും. അവിടേക്ക് ആരൊക്കെയോ ചേർന്ന് ആക്രമണത്തിനായും എത്തിയിരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ചൈനയിലെ ആർമി ജനറലായ ചാങ് ആയിരുന്നു. ചാങ്ങും അവന്റെ ഫാമിലിയും പണ്ട് മുതലേ ആർമിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതാ. അവരവരുടെ ജീവിതം തന്നെ ആർമിക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തിരിക്കുകയാണ്. തന്റെ നാട്ടിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളായിരുന്നു ചാങ്. ചാങ് ഇവരെയെല്ലാം വെടിവെച്ച് കൊല്ലുവാനായിട്ടുള്ള കാരണം എന്തെന്നാൽ, ഈ ചാങ്ങിന്റെ ദുഷ്പ്രവർത്തികൾ ഇഷ്ടമാകാത്ത ഗ്രാമവാസികൾ ഉയർന്ന ഉദ്യോഗസ്ഥന് കത്തിടുകയുണ്ടായി. ചാങ്ങിനെ ബോർഡറിൽ നിന്ന് മാറ്റണം, എന്നിട്ട് നല്ലൊരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവരണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഇന്ത്യയിലേക്ക് പോകുമെന്നായിരുന്നു എഴുതിയിരുന്നതും. എന്നാൽ ഈ വിവരം ചാങ് അറിയുന്നു. അതോടുകൂടി ചാങ്ങിന് വല്ലാതെ ദേഷ്യമായി. ഇന്ത്യയിലേക്ക് പോകുമെന്ന് കേട്ടതോടുകൂടിയാണ് ചാങ്ങിന് വല്ലാതെ പ്രതികാരമായതും. ചാങ്ങിനാണെങ്കിൽ ഇന്ത്യയിലുള്ളവരെ ഒട്ടും കണ്ടേകൂടാ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് കത്തെഴുതിയ ആ ആളിനെയും കണ്ടെത്തി അയാളെ സപ്പോർട്ട് ചെയ്തു നിന്ന എല്ലാവരെയുമാണ് ഇപ്പോൾ ചാങ് വെടിവെച്ച് കൊന്നിരിക്കുന്നതും. എന്നാൽ അതേസമയം തന്നെയായിരുന്നു ചാങ്ങിനൊരു കോൾ വരുന്നതും. എത്രയും വേഗം ഇവിടേക്ക് വരണമെന്നും പറഞ്ഞു. അങ്ങനെ ആർമി ഓഫീസിലേക്ക് എത്തുകയാണ് ചാങ്. അപ്പോൾ കാണുന്ന കാഴ്ച, ബോർഡറിലുണ്ടായിരുന്ന മുഴുവൻ ആർമിക്കാരും മാത്രവുമല്ല ചാങ്ങിന്റെ മകനും മരണപ്പെട്ടു കിടക്കുന്നു. അത് കണ്ടതും ചാങ്ങിന് സഹിക്കാനായില്ല. ആക്രമിക്കാൻ വന്നവരിൽ ആരെയെങ്കിലും എന്റെ മകൻ കൊന്നു എന്ന് അഭിമാനത്തോടു കൂടി ചാങ് ചോദിക്കുന്ന സമയത്തായിരുന്നു, ഇല്ല, ഇന്ത്യൻ ആർമി ഓഫീസറിന്റെ ഒരടിക്ക് അവൻ മരണപ്പെട്ടു എന്നായിരുന്നു മറുപടിയും. അത് കേട്ടതോടുകൂടി ചാങ്ങിന് വല്ലാതെ ദേഷ്യം വരുന്നു. ഇന്ത്യയിലുള്ളവരെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ചാങ് ആണെങ്കിൽ തന്റെ സീനിയർ ഉദ്യോഗസ്ഥനെ പോയി കാണും. എന്നാൽ സീനിയർ ഉദ്യോഗസ്ഥനാണെങ്കിലോ ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് ഇന്ത്യക്കാരുടെ ഭഗവത്ഗീത തന്നെ വായിക്കുന്നു. അതെന്താന്ന് ചോദിക്കുമ്പോൾ സീനിയർ ഉദ്യോഗസ്ഥന്റെ മറുപടി എന്തെന്നാൽ, അവരെ മുഴുവനായും നശിപ്പിക്കണമെങ്കിൽ അവരുടെ ആണിവേര് തന്നെ ഇളക്കണം. അവർ ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ തന്നെ കുഞ്ഞിന് ദൈവം തന്നെന്ന് അവർ വിശ്വസിക്കുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തന്നെ ദൈവം വിളിച്ചു അതുകൊണ്ട് പോയി എന്നാണ് അവർ വിശ്വസിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ ദൈവമില്ല എന്ന് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ അവരെ തകർക്കുവാനായിട്ട് നമുക്ക് കഴിയൂ എന്നായിരുന്നു സീനിയർ ഉദ്യോഗസ്ഥൻ പറയുന്നതും. അവരുടെ ആ ഒരു വിശ്വാസം തകർക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാകുമെന്ന് ചാൻ ചോദിക്കുമ്പോൾ, ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു വെപ്പൺ തയ്യാറാക്കിയിട്ടുണ്ട്, നിങ്ങൾ അതെടുത്തുകൊണ്ട് വരുവാനായിട്ടും ആ ഒരു സീനിയർ പറയുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് MLA പ്രൈം മിനിസ്റ്ററിനെ കാണുവാനായി എത്തിയിരിക്കുന്നതാണ്. പ്രൈം മിനിസ്റ്റർ നടത്താൻ പോകുന്ന റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ നിന്നും ശാന്തിപുരം എന്ന ഗ്രാമത്തിന്റെ പേര് എടുത്തു മാറ്റിയിരിക്കുന്നു. വരുന്ന ആളുകളിൽ സ്കൂള്, കോളേജ്, ഹോസ്പിറ്റൽ എന്നിങ്ങനെ സംവിധാനമെല്ലാം ഉണ്ടാകേണ്ട ഗ്രാമത്തിന്റെ പേര് എന്തുകൊണ്ടാണ് എടുത്തു മാറ്റിയതെന്ന് MLA ചോദിക്കുമ്പോഴോ പ്രൈം മിനിസ്റ്റർ പറയുന്നത്, XMLA ആ നാടിനെ അടക്കി വാഴുകയാണ്. XMLAയുടെ കൺട്രോളിലാണ് ഗ്രാമവാസികൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ MLA പേടിച്ച് MLA പറയുന്നതെല്ലാം അവർ ചെയ്യുന്നു. XMLA ആ ഗ്രാമത്തിലെ ജനങ്ങളെ കൊണ്ട് അവിടെ കഞ്ചാവ് കൃഷി ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ശാന്തിപുരത്തിന്റെ പേര് വന്നതോടുകൂടി കുറച്ച് ഓഫീസർമാർ ആ ഗ്രാമത്തിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഓഫീസർമാരെ എല്ലാവരെയും അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് XMLA എന്നുള്ള കാര്യവും MLA അറിയുകയാണ്. എന്നാൽ ഇതെല്ലാം പ്രൈം മിനിസ്റ്ററിന്റെ സെക്രട്ടറി കേൾക്കുന്നു. സെക്രട്ടറി ഉടനെ തന്നെ ആരെയോ കോൾ ചെയ്യും. എന്നിട്ട് കാര്യങ്ങളെല്ലാം ആ ആളിനോട് തുറന്നു പറയുകയാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് XMLAയുടെയും ഗുണ്ടകളുടെയും താവളത്തിലേക്ക് കഥാനായകനായ മുരളീകൃഷ്ണ എത്തുന്നു. മുരളീകൃഷ്ണയാണ് പ്രൈം മിനിസ്റ്ററിന്റെ സെക്രട്ടറി വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതും. അങ്ങനെ മുരളീകൃഷ്ണ അവിടെ കാല് ചവിട്ടിയതും അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളെ എല്ലാവരെയും അടിച്ച് തെറിപ്പിക്കുകയാണ്. അതോടുകൂടി XMLAയുടെ ഭരണം അവിടെ തീർന്നെന്ന് തന്നെ പറയാം. അങ്ങനെ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കി റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ആ ഒരു ഫംഗ്ഷനും നല്ല രീതിയിൽ കഴിയുന്നു. മുരളീകൃഷ്ണ കാരണമാണ് അവർക്ക് ഈ ഒരു പ്രോഗ്രാം നന്നായിട്ട് നടത്താൻ കഴിഞ്ഞതെന്നും പ്രൈം മിനിസ്റ്റർ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ മുരളീകൃഷ്ണയെ വിളിച്ച് അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യും. മുരളീകൃഷ്ണയ്ക്ക് ഭാര്യയില്ല. ഒരേ ഒരു മകളായ ജനനി സയന്റിസ്റ്റ് ആണ്. നമ്മുടെ ആർമി ഓഫീസർമാരൊക്കെ പല സ്ഥലങ്ങളിൽ പല ക്ലൈമറ്റിൽ നിന്നല്ലേ അവരൊക്കെ വർക്ക് ചെയ്യുന്നതും. അവർക്ക് വേണ്ടിയിട്ട് ഒരു കവചം പോലെ ഒരു വാക്സിനേഷൻ കണ്ടെത്തുകയാണ് തന്റെ മകളെന്നും മുരളീകൃഷ്ണ പ്രൈം മിനിസ്റ്ററിനോട് പറയുന്നു. അത് കേട്ടതും പ്രൈം മിനിസ്റ്ററിനും ഒരുപാട് സന്തോഷമാകും. അതേസമയമായിരുന്നു പ്രൈം മിനിസ്റ്ററിന്റെ ഒരു കോൾ വരുന്നതും അവിടെ നിന്ന് പ്രൈം മിനിസ്റ്റർ പോകുന്നതും. അതിനുശേഷം കാണിക്കുന്നത് തന്റെ സീനിയർ പറഞ്ഞ ആ ഒരു വെപ്പൺ എടുത്തുകൊണ്ട് വരികയാണ് ചാങ്. മാത്രവുമല്ല, ഇന്ത്യയിൽ നിന്നും പ്രൈം മിനിസ്റ്ററിന്റെ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള
അജിത് താക്കൂർ എന്ന ആളിനെയും അവർ വിളിച്ചു വരുത്തുകയാണ്. താക്കൂറിന്റെ ലക്ഷ്യം എന്തെന്നാൽ താക്കൂറിന്റെ അച്ഛന് പ്രൈം മിനിസ്റ്റർ ആകണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ അതിന് കഴിഞ്ഞില്ല. അതിനു മുൻപ് അച്ഛൻ മരണപ്പെട്ടു പോയി. പക്ഷേ അച്ഛന്റെ ആഗ്രഹം തനിക്ക് നടത്തണമെന്നും തനിക്ക് പ്രൈം മിനിസ്റ്റർ ആകണമെന്നുമാണ് താക്കൂറിന്റെ ആഗ്രഹവും. ആ ഒരു ആഗ്രഹം ഇപ്പോൾ ചാങ്ങും കൂട്ടരും മുതലെടുക്കുകയാണ്. ചാങ്ങും കൂട്ടരും അവരുടെ ആവശ്യം എന്താണെന്ന് അവതരിപ്പിക്കും. അതിന് കൂട്ടു നിൽക്കുവാനായിട്ടും താക്കൂറും തീരുമാനിക്കുന്നു. അവർ പറയുന്നത് അവർക്ക് ഇന്ത്യയെ നശിപ്പിക്കണമെന്ന്. എന്നാൽ താക്കൂർ പറയുന്നതോ, ഇന്ത്യക്കാരുടെ സ്വഭാവം വെച്ച് അവർ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് അവരോട് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കില്ല. എന്നാൽ അവർ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരോട് എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അവർ കേട്ടെന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു സാഹചര്യം മുതലെടുക്കണമെന്നും ചാങ്ങും കൂട്ടരും തീരുമാനിക്കുന്നു. നിങ്ങളുടെ പ്ലാൻ എന്താണെന്നും താക്കൂർ ചോദിക്കും. താക്കൂറിന് സത്യത്തിൽ അവരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആകാം. ചാങ്ങിനും കൂട്ടർക്കും താക്കൂറിനെ കൂടി കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ മുഴുവനായും തകർക്കാം. അതിനു വേണ്ടിയിട്ടായിരുന്നു അവരുടെ പുറപ്പാടെല്ലാം. രണ്ടു കൂട്ടരും അവരുടെ പ്ലാനിന് കൈകൊടുക്കും. എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ചാങ് ചോദിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ കുംഭമേള നടക്കും. ഇന്ത്യയിലുള്ള ഒരുവിധപ്പെട്ട ജനങ്ങളെല്ലാം കുംഭമേളയിൽ പങ്കെടുക്കുവാനായി എത്തും. ആ എത്തുന്ന സമയത്ത് നിങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു വൈറസ് ഗംഗാ നദിയിൽ കലർത്തണം എന്നതായിരുന്നു താക്കൂറിന്റെ പ്ലാൻ. എന്നാൽ മറ്റൊരു വശത്ത് ജനനി തന്റെ ബർത്ത്ഡേ ആഘോഷിക്കുവാനായിട്ട് അച്ഛനടുത്തേക്ക് വന്നിരിക്കുകയാണ്. ജനനിയുടെ കൂടെ അവളുടെ മെന്ററായിട്ടുള്ള അർച്ചനയും ഉണ്ടായിരുന്നു. ബർത്ത്ഡേ ആഘോഷമൊക്കെ അടിപൊളിയായിട്ട് നടക്കും. എന്നാൽ ഇതിനിടയിൽ വെച്ച് മുരളീകൃഷ്ണനും അർച്ചനയ്ക്കുമിടയിൽ ചെറിയൊരു സ്പാർക്കൊക്കെ ഉണ്ടാകുന്നു. ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് അർച്ചനയും ജനനിയും തിരികെ പോകും. മറ്റൊരു വശത്ത് കുംഭമേള നടക്കുകയാണ്. കുംഭമേളയിൽ പങ്കെടുക്കുവാനായിട്ട് ഒരുപാട് ജനങ്ങൾ, അതും കോടിക്കണക്കിന് ജനങ്ങൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും കുംഭമേളയിൽ ഗംഗയിൽ മുങ്ങിക്കുളിക്കുവാനായി എത്തിയിരിക്കുകയാണല്ലോ. എന്നാൽ ഇതിനു മുൻപായിട്ട് താക്കൂറിന്റെയും ചാനിന്റെയും ആളുകൾ വന്ന് ഗംഗാനദിയിൽ വൈറസിനെ കലക്കിയിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ കോടിക്കണക്കിന് ജനങ്ങൾ ഗംഗാനദിയിൽ മുങ്ങി എഴുന്നേറ്റു. എന്നാൽ വൈറസ് പണി തുടങ്ങി. ഗംഗാനദിയിൽ മുങ്ങി നിവർന്ന ഓരോരുത്തരുടെയും മൂക്കിൽ നിന്നും വായിൽ നിന്നുമൊക്കെ ബ്ലഡ് വരുവാനായും തുടങ്ങി. കുറെ പേർ തലകറങ്ങി വീണു. കുറെ പേർ മരണപ്പെട്ടു പോയി. ഈയൊരു വിവരം പ്രൈം മിനിസ്റ്റർ അറിയുന്നു. അതോടുകൂടി പ്രൈം മിനിസ്റ്റർ ഷോക്കായി പോകും. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു പ്രൈം മിനിസ്റ്ററിനും. എന്നാൽ ഈ അവസരത്തിലാണ് എല്ലാവർക്കും മുന്നിലേക്ക് താക്കൂർ വരുന്നതും. താക്കൂർ ജനങ്ങളോട് ചോദിക്കുന്നത്, പുണ്യനദിയായ ഗംഗയിൽ മുങ്ങി നിവർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടുമെന്നല്ലേ പറയുന്നത്? എന്നിട്ട് മുങ്ങി നിവർന്ന എല്ലാവരും മരണപ്പെട്ടു പോകുന്നു. ഓരോരുത്തർ ഹോസ്പിറ്റലിലാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ദൈവം എവിടെ? പുണ്യനദി തന്നെ നിങ്ങളെ കൊല്ലാൻ നോക്കിയില്ലേ? ദൈവം എന്തേ നിങ്ങൾ ആരെയും രക്ഷിക്കാത്തതെന്നും താക്കൂർ ചോദിക്കുന്നു. ആ ഒരു അവസ്ഥയിലിരിക്കുന്ന ജനങ്ങളെല്ലാവരും താക്കൂർ പറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കും. അവർ താക്കൂർ പറഞ്ഞത് വിശ്വസിക്കുവാനായും ആരംഭിക്കുന്നു. എന്നാൽ ടിവിയിലൂടെ ഇത് ടെലികാസ്റ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വീട്ടിലിരുന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും കേൾക്കും. അതോടുകൂടി പൂജയും അവർ നിർത്തുന്നു. അമ്പലത്തിലിരിക്കുകയായിരുന്ന സ്വാമിയും അമ്പലം അടച്ചു മൂടുകയാണ് ചെയ്തതും. താക്കൂർ പറയുന്നതെല്ലാം കേട്ട് ദൈവമേ ഇല്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുവാനായും തുടങ്ങി. എന്നാൽ മറ്റൊരു വശത്ത് ഇതിനെല്ലാം പിന്നിൽ വൈറസാണ് കാരണമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എത്രയും വേഗം ഇതിന് പ്രതിവിധി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാട് മുഴുവൻ നശിച്ചു പോകുമെന്നും പ്രൈം മിനിസ്റ്ററും ടീമും ചിന്തിക്കുന്നു. അതിനു വേണ്ടിയിട്ട് എല്ലാ ലാബിലേക്കും വൈറസിനെ കുറിച്ച് ടെസ്റ്റ് ചെയ്യുവാനായിട്ട് സാമ്പിൾ അയച്ചു കൊടുത്തു. അതേ സമയത്തായിരുന്നു അർച്ചന അവിടേക്ക് വരുന്നതും. എന്നാൽ അർച്ചന പറയുന്നത്, ഞങ്ങളുടെ ടീം ഡിഫൻസിന് വേണ്ടിയിട്ട് ഒരു ഷീൽഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അതൊരു വാക്സിനേഷനാണ്. അത് വൈറസിനെതിരായിട്ട് പ്രവർത്തിക്കും. അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നും അർച്ചന പറയുന്നു. പക്ഷേ ആരും തന്നെ സാമ്പിൾ തന്റെ ദേഹത്തേക്ക് കുത്തിവെക്കുവാനായിട്ട് തയ്യാറാകുന്നതേയില്ല. എല്ലാവർക്കും പേടിയായിരുന്നു. പക്ഷേ അർച്ചന തന്നെ എന്റെ ദേഹത്തേക്ക് വൈറസ് കുത്തിവെച്ചോളൂ, അതിനുശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നും അർച്ചന പറയും. പക്ഷേ അത് കേട്ട് എല്ലാവർക്കും വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. തന്റെ നാടിനു വേണ്ടിയിട്ട് താൻ ഇതെങ്കിലും ചെയ്യണ്ടേ എന്നായിരുന്നു അർച്ചന പറഞ്ഞതും. എന്നിട്ടവൾ ധൈര്യത്തോടു കൂടി ആ ഒരു വൈറസിനെ തന്റെ ദേഹത്തേക്ക് കുത്തിവെക്കും. അതിനുശേഷം അവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഡിഫൻസിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ആ ഒരു ഷീൽഡ് പോലുള്ള വാക്സിനില്ലേ, അതെടുത്ത് അവളുടെ ദേഹത്തേക്കും കുത്തിവെക്കുന്നു. അർച്ചനയുടെ ദേഹത്തേക്ക് പ്രവേശിച്ച വൈറസ് അതിന്റെ പണി തുടങ്ങി. അർച്ചനയ്ക്കാണെങ്കിൽ സുഖമില്ലാതാവുകയാണ്. എന്നാൽ അതേസമയം തന്നെയായിരുന്നു അവരുടെ ടീം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന വാക്സിൻ അർച്ചനയ്ക്ക് എടുക്കുന്നതും. വാക്സിൻ അവളുടെ ശരീരത്തേക്ക് ചെന്നതും വൈറസിന് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുവാനായും തുടങ്ങി. അതോടുകൂടി അർച്ചനയുടെ ശരീരത്തിൽ മാറ്റം വന്നു. അങ്ങനെ വൈറസിനെ ആ ഒരു വാക്സിൻ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു. അർച്ചനയാണെങ്കിൽ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. ആ ഒരു വാക്സിൻ സക്സസ് ആയി എന്ന് അവർക്ക് അതിലൂടെ മനസ്സിലായി. ഇനി ഈ ഒരു വൈറസ് കാരണം അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളെ രക്ഷിക്കാനാകുമല്ലോ എന്നും അവരെല്ലാവരും സന്തോഷിക്കുന്നു.
വിവരമറിഞ്ഞ പ്രൈം മിനിസ്റ്റർ ഒരുപാട് സന്തോഷിക്കുകയും വാക്സിൻ ഒരുപാട് നിർമ്മിക്കണമെന്നും അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും ആവശ്യപ്പെടുന്നു. അങ്ങനെ അർച്ചനയും ടീമും വാക്സിൻ നിർമ്മിക്കുകയാണ്. ഈ വിവരം താക്കൂർ അറിയും. താക്കൂറിന്റെ ആളുകൾ ലാബിലെത്തി ലാബിലുണ്ടായിരുന്നവരെ എല്ലാവരെയും കൊല്ലുകയും ലാബ് അടിച്ച് നശിപ്പിക്കുകയും പിന്നെ ആ ഒരു വാക്സിൻ നശിപ്പിക്കുവാനായി ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടേക്ക് എത്തുന്ന അർച്ചനയാണെങ്കിൽ വാക്സിൻ ഒരുവിധം സംരക്ഷിക്കുകയാണ്. അവസാനം അത് കൈമാറി കൈമാറി നേരെ വന്നെത്തുന്നത് ജനനിയുടെ കയ്യിലും. ജനനിയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷിക്കണമെന്നും അർച്ചന തീരുമാനിക്കുന്നു. അവളെ രക്ഷിക്കുവാനിടയ്ക്ക് ഒരുപാട് ശ്രമിക്കും. എന്നാൽ താക്കൂറിന്റെ ആളുകളുടെ കയ്യിൽ അവൾ അകപ്പെടും. അവസാനം അവരെയൊക്കെ അടിച്ചു നിൽക്കുവാനായിട്ട് അർച്ചന ശ്രമിക്കുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ താക്കൂറിന്റെ ആളുകൾ അർച്ചനയെ കൊന്നുകളയും. ജനനി അവരുടെ കയ്യിൽ പെടുകയും ചെയ്യുന്നു. ജനനി അവർ വാക്സിന് വേണ്ടിയിട്ട് ഒരുപാട് ടോർച്ചർ ചെയ്യും. ഒരുപാട് അവളെ ഉപദ്രവിക്കുന്നു. അവളുടെ വിളി അവസാനം കൈലാസം വരെ കേൾക്കുകയാണ്. അവിടെയാണ് അഖണ്ഡയെ കാണിക്കുന്നത്. അഖണ്ഡ ജനനിയുടെ വിളി കേട്ടിരിക്കുന്നു. സത്യത്തിൽ ഈ അഖണ്ഡ ആരെന്നാൽ മുരളീകൃഷ്ണന്റെ ഇരട്ട സഹോദരനാണ്. അഖണ്ഡയുടെ അച്ഛനും അമ്മയ്ക്കും ഇരട്ടക്കുട്ടികൾ ജനിച്ച സമയത്ത് അവിടേക്ക് എത്തിയ ഒരു അഘോരി, അതും നല്ല ശക്തിയുള്ള ഒരു അഘോരി, ഇതിലൊരാൾ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയുണ്ടായി. എന്നാൽ അഖണ്ഡയുടെ അമ്മയോട് തന്റെ ഒരു കുഞ്ഞ് മരണപ്പെട്ടു എന്നാണ് അച്ഛൻ കള്ളം പറഞ്ഞതും. അമ്മയും അത് വിശ്വസിച്ചു. അതിനുശേഷം മുരളീകൃഷ്ണയാണ് അവർ മകനായി വളർത്തിയതും. എന്നാൽ ഒരു ഘട്ടത്തിൽ മുരളീകൃഷ്ണയുടെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരു ആപത്ത് വന്ന സമയത്ത് അവരെ രക്ഷിക്കുവാനായി എത്തിയത് അഖണ്ഡയായിരുന്നു. അന്നു മുതൽ അഖണ്ഡ ജനനിക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. നിനക്ക് എന്ത് ആപത്ത് വന്നാലും നിന്നെ രക്ഷിക്കുവാനായിട്ട് ഞാൻ വരുമെന്ന്. അന്നാണ് അഖണ്ഡ ജീവനോടെയുണ്ട് എന്നുള്ള കാര്യം അഖണ്ഡയുടെ അമ്മ അറിഞ്ഞതും. എന്നാലും തങ്ങളോടൊപ്പം ജീവിക്കുവാനായിട്ട് അഖണ്ഡ തയ്യാറായില്ല. അഖണ്ഡ വീണ്ടും കൈലാസത്തിലേക്ക് തന്നെ തിരികെ പോകുന്നു. കാരണം ശിവന്റെ ഭക്തനായിട്ട് തന്നെയാണ് അഖണ്ഡ ജീവിക്കുന്നത്. അഖണ്ഡ സത്യത്തിൽ ഭഗവാൻ ശിവന്റെ തീവ്ര ഭക്തനാണ്. മാത്രമല്ല ഭഗവാന്റെ മകനായിട്ടാണ് ഇത്രയും നാൾ അഖണ്ഡ ജീവിച്ചതും. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ശക്തിയും അഖണ്ഡയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ജനനിയെ കുറെ പേർ ദ്രോഹിക്കുന്ന കാര്യം അഖണ്ഡയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഉടനെ അഖണ്ഡ അവിടേക്ക് എത്തുന്നു. എന്നിട്ട് അഖണ്ഡ അവളെ കൊല്ലുവാനായി ശ്രമിക്കുന്നവരെ എല്ലാവരെയും അഖണ്ഡ ഒറ്റയ്ക്ക് തന്നെ നിന്ന് നേരിടുകയും അവരെ കൊന്നുകളയുകയും ചെയ്യുന്നു. എന്നാൽ അതേ സമയമായിരുന്നു താക്കൂർ വാക്സിൻ എടുക്കുവാനായിട്ട് അവിടേക്ക് വന്നതും. താക്കൂറിന്റെ സഹോദരനും കൂട്ടരും ചേർന്നാണ് അവരെയൊക്കെ ആക്രമിച്ചതും. എന്നാൽ താക്കൂർ വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തന്റെ സഹോദരനും ബാക്കിയുള്ളവരെല്ലാവരും മരണപ്പെട്ട് കിടക്കുന്നതാണ്. മാത്രമല്ല അഖണ്ഡ അവിടെ നിന്നും ജനനിയും രക്ഷിച്ചു കൊണ്ടുപോയിരുന്നു. ഇതെല്ലാം അറിയുന്ന താക്കൂറിന് വല്ലാതെ ദേഷ്യം വരും. എന്നാൽ മറ്റൊരു വശത്ത് അഖണ്ഡയെ ആക്രമിക്കുവാനായിട്ട് അഖണ്ഡയുടെ ശത്രുക്കൾ എത്തിയിരിക്കുകയാണ്. സത്യത്തിൽ ഇവർക്ക് എന്തിനാണ് അഖണ്ഡയോട് ശത്രുത എന്നാൽ അഖണ്ഡയുടെ ശത്രുക്കൾക്കും താക്കൂറിന്റെ അച്ഛനും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. എന്തെന്നാൽ താക്കൂറിന്റെ അച്ഛനാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആകുവാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചല്ലോ. പക്ഷേ അത് നടക്കാതെ വന്നതോടുകൂടി നിലവിലെ പ്രൈം മിനിസ്റ്ററിനെ കൊല്ലുവാനായിട്ടും താക്കൂറിന്റെ അച്ഛൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് മന്ത്രവാദത്തിലാണ് അദ്ദേഹം ചെന്നുപെട്ടത്. മന്ത്രവാദം ചെയ്യുന്ന ആ ഒരു മെയിനായിട്ടുള്ള ആൾ പറയുന്നത് നിലവിലെ പ്രൈം മിനിസ്റ്ററിന്റെ മുടി എടുത്തുകൊണ്ട് വരണമെന്നായിരുന്നു. അങ്ങനെ താക്കൂറിന്റെ അച്ഛൻ മുടിയും കൊണ്ടുവന്നു. വലിയ മന്ത്രവാദവും പൂജയും ഒക്കെ ആരംഭിച്ചു. 8 പേരെ ബലി കൊടുക്കണമെന്നും ആ ഒരു മന്ത്രവാദം ചെയ്യുന്ന ആൾ ആവശ്യപ്പെടും. അങ്ങനെ ബലി കൊടുക്കുന്ന ദിവസം അവിടേക്ക് അഖണ്ഡ എത്തുകയാണ്. ആ ഒരു മന്ത്രവാദം മുഴുവനായിട്ടും അഖണ്ഡ പൊളിച്ചു കളയും. അവിടെയുണ്ടായിരുന്നവരെ എല്ലാവരെയും അഖണ്ഡ തല്ലും. മാത്രവുമല്ല അഖണ്ഡയുമായി നടന്ന ഫൈറ്റിൽ വില്ലന്റെ ഒരു കൈയും ഒരു കണ്ണും നഷ്ടമായി. ഈ ഒരു മന്ത്രവാദം നടത്തിയ താക്കൂറിന്റെ അച്ഛനെയും അഖണ്ഡയാണെങ്കിൽ തന്റെ കയ്യിലിരുന്ന ശൂലം കൊണ്ട് കുത്തി കൊല്ലുകയാണ് ചെയ്തതും. ഈ ഒരു വിവരം താക്കൂർ വില്ലനിൽ നിന്നും അറിയുകയാണ്. അതോടുകൂടി താക്കൂറിന് അഖണ്ഡയോട് വല്ലാത്ത ദേഷ്യമാകും. മറ്റൊരു വശത്ത് ജനനിയെ രക്ഷിച്ച അഖണ്ഡ അവളെയും കൊണ്ട് തന്റെ സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നതും. എന്നാൽ ഇന്ത്യൻ ആർമി ജനനിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലും ആരംഭിച്ചിരുന്നു. ജനനിയുടെ ഫോൺ ട്രേസ് ചെയ്യുന്ന സമയത്ത് അവളുള്ളത് ഹിമാലയത്തിലാണെന്നും ആർമിക്കാർ കണ്ടെത്തുന്നു. അവരവരുടെ ഹെലികോപ്റ്ററിൽ ഹിമാലയത്തിലേക്ക് എത്തും. ആർമി ഓഫീസർമാരെ കാണുന്നതോടുകൂടിയാണ് ജനനിക്ക് സമാധാനമാകുന്നതും. എന്നാൽ ഹെലികോപ്റ്റർ ലാൻഡ് ആകുന്നതിന് മുമ്പ് തന്നെ അത് ബ്ലാസ്റ്റ് ആകുന്നു. ഹെലികോപ്റ്ററിന്റെ ലീഫ് ആണെങ്കിൽ അവിടെയുണ്ടായിരുന്ന ഗ്രാമത്തിലുള്ള ജനങ്ങളെ നോക്കി വരികയാണ്. എന്നാൽ ഇത് അഖണ്ഡ കാണും. തന്റെ കയ്യിലുണ്ടായിരുന്ന തൃശൂലം ഉപയോഗിച്ച് ആ ഒരു ഫാനിനെ അഖണ്ഡ തടഞ്ഞു നിർത്തി ജനങ്ങളെ എല്ലാവരെയും രക്ഷിക്കുന്നു. ആരായിരിക്കാം ആ ഒരു ഹെലികോപ്റ്റർ ബ്ലാസ്റ്റ് ചെയ്തതെന്ന് അഖണ്ഡ ചിന്തിച്ചു നിൽക്കുന്ന സമയമായിരുന്നു വില്ലനായിരുന്ന മന്ത്രവാദി അവിടേക്ക് വരുന്നതും. മന്ത്രവാദി തന്റെ കൈവശമുണ്ടായിരുന്ന കുറെ ഭൂതങ്ങളുമായിട്ടാണ് അവിടേക്ക് വരുന്നതും. തന്റെ മന്ത്രമൊക്കെ ഒരുപാട് ഉപയോഗിച്ചു നോക്കുന്നു. പക്ഷേ അഖണ്ഡയുടെ മുന്നിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് മന്ത്രവാദിക്ക് കഴിഞ്ഞതേയില്ല. ഒരുപാട് ഫൈറ്റ് നടക്കും. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു അവിടെയുണ്ടായിരുന്ന ഹനുമാന്റെ ശില കാണുന്നതും. ഹനുമാന്റെ ശിലയിലിരുന്ന ആ ഒരു ആയുധം അഖണ്ഡ കയ്യിലെടുക്കുന്നു. ആ ഒരു ആയുധത്തിന് അത്രയ്ക്കും പവർ ഉണ്ടായിരുന്നു. അതുപയോഗിച്ച്
ഉപയോഗിച്ച് വന്ന വില്ലന്മാരെ എല്ലാവരെയും അഖണ്ഡ അടിക്കും. അവസാനം അഖണ്ഡയുടെ അടികൊണ്ട് വന്ന വില്ലനായ മന്ത്രവാദിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെയായി. മന്ത്രവാദി മുഴുവനായും കുഴഞ്ഞുപോയി എന്ന് തന്നെ പറയാം. അവസാനം അഖണ്ഡ ആ ഒരു മന്ത്രവാദിയെയും മന്ത്രവാദിയുടെ കൂട്ടാളികളെയും എല്ലാവരെയും കൊന്നുകളയുകയാണ്. ഇത് കാണുന്ന താക്കൂറിനാണെങ്കിൽ ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, പണി കിട്ടുമെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനായും ശ്രമിക്കും. താക്കൂർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഫൈറ്റും അവസാനിച്ച സമയത്തായിരുന്നു ജനനിക്ക് കോൾ വരുന്നതും. എന്തെന്നാൽ ജനനിയുടെ മുത്തശ്ശി മരണപ്പെട്ടു പോയിന്ന്. അത് കേട്ടതും ജനനി പൊട്ടിക്കരയും. എന്നാൽ അത് കേട്ട അഖണ്ഡയും തകർന്നു പോവുകയാണ്. കാരണം അഖണ്ഡയുടെ അമ്മയാണല്ലോ മരണപ്പെട്ടിരിക്കുന്നതും. താങ്ങാനാകാതെ അഖണ്ഡ ശിവലിംഗത്തിന് മുന്നിലിരുന്ന് ധ്യാനം ചെയ്യുവാനായും തുടങ്ങി. എന്നാൽ നാട്ടിലാണെങ്കിൽ അമ്മ മരിക്കുന്നതിന് മുൻപ് മുരളീകൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്, തന്റെ മറ്റൊരു മകൻ കൂടി വന്നതിനു ശേഷം മാത്രമേ തന്നെ ദഹിപ്പിക്കാൻ പാടുള്ളൂ, തന്റെ മകൻ കൂടി വന്നതിനു ശേഷമേ മരണാനന്തര ചടങ്ങ് നടത്താൻ പാടുള്ളൂ എന്നും അമ്മ പറഞ്ഞിരുന്നു. എന്നാൽ മുരളീകൃഷ്ണ ചിന്തിക്കുന്നത് എവിടെ പോയി തന്റെ സഹോദരനെ കണ്ടുപിടിക്കുമെന്നായിരുന്നു. ഒരുപാട് നേരം മുരളീകൃഷ്ണ തന്റെ സഹോദരന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. എന്നാൽ അവിടെയുണ്ടായിരുന്ന ബന്ധുക്കൾ എല്ലാവരും പറയുന്നത്, നീ എവിടെ പോയി അന്വേഷിക്കാനാ, നീ തന്നെ ചടങ്ങുകളെല്ലാം നടത്തുവാനായിട്ടും മുരളീകൃഷ്ണയോട് പറയും. അങ്ങനെ മുരളീകൃഷ്ണ ചിതയ്ക്ക് തീ കൊളുത്തുവാനായി പോകുന്ന സമയത്തായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അഖണ്ഡ അവിടേക്ക് വരുന്നതും. എല്ലാവർക്കും അപ്പോഴാണ് സമാധാനമായത്. കാരണം അമ്മയുടെ അവസാനത്തെ ആഗ്രഹം നിറവേറിയല്ലോ എന്ന സന്തോഷമായിരുന്നു. അങ്ങനെ അഖണ്ഡയും കൂടെ വന്നിട്ട് രണ്ടു മക്കളും ചേർന്നാണ് ചിതയ്ക്ക് തീ കൊളുത്തിയതും. അതോടുകൂടി അമ്മയുടെ ആത്മാവിനും ശാന്തി കിട്ടി. എന്നാൽ അഖണ്ഡയാണെങ്കിൽ ജനനിക്കൊപ്പം കൈലാസത്തിലാണല്ലോ. പക്ഷേ തനിക്കൊപ്പം നിൽക്കുന്നത് ആരാണ് എന്നും അമ്മയുടെ ആത്മാവ് ചിന്തിക്കുന്നു. അപ്പോഴാണ് ഒരു കാര്യം കാണിക്കുന്നത്. സത്യത്തിൽ ആ വന്നത് അഖണ്ഡയായിരുന്നില്ല. ഭഗവാൻ ശിവൻ തന്നെയാണ് അഖണ്ഡയുടെ വേഷത്തിൽ വന്ന് അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയതും. അതറിയുന്ന അമ്മയുടെ ആത്മാവിനും ഒരുപാട് സന്തോഷമായി. എന്റെ മകന്റെ രൂപത്തിൽ വന്ന് എന്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത് ഭഗവാനായിരുന്നല്ലേ എന്ന് അമ്മ ഭഗവാനോട് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ തന്നെയാ. എനിക്ക് ഇത്രയും നല്ലൊരു മകനെ പ്രസവിച്ചു തന്ന അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ എന്നായിരുന്നു ഭഗവാന്റെ മറുപടിയും. അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി. എന്നാൽ എല്ലാവരും കരുതിയിരിക്കുന്നത് അഖണ്ഡയാണ് വന്ന് ചിതയ്ക്ക് തീ കൊളുത്തിയതെന്നാണല്ലോ. ആ ഒരു വിവരം ജനനി അറിയുകയാണ്. എന്നാൽ അഖണ്ഡയാണെങ്കിലോ അവിടെ ഇരുന്ന് ധ്യാനം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നാട്ടിലുണ്ടായിരുന്ന ആൾ ആരായിരിക്കുമെന്ന് ജനനി ചിന്തിക്കും. അപ്പോൾ അഖണ്ഡ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആളാണെന്നും ജനനിക്ക് മനസ്സിലായി. എന്നാൽ മറ്റൊരു വശത്ത് അഖണ്ഡയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട താക്കൂറാണെങ്കിൽ നേരെ ചാങ്ങിന്റെ അടുത്തെത്തും. ഇത്രയും നാൾ ഞാൻ കരുതിയിരുന്നത് ദൈവമില്ലെന്നാ. എന്നാൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഭഗവാൻ ശിവനെ ഞാൻ നേരിട്ട് കണ്ടിരിക്കുന്നു. ദൈവമില്ലെന്നിന് ഞാൻ ഒരിക്കലും പറയില്ല എന്നും താക്കൂർ പറയും. അതേ സമയത്തായിരുന്നു അവിടേക്ക് ടിബറ്റിൽ നിന്നുള്ള ഒരു ഗുരുജി അവിടേക്ക് വരുന്നതും. എല്ലാവരെയും ചാങ് കൊന്നു. പക്ഷേ ഈ ഗുരുജിയെ മാത്രമായിരുന്നു വെറുതെ വിട്ടിരുന്നതും. ഗുരുജിയാണെങ്കിൽ താക്കൂർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടിരുന്നു. താക്കൂർ പറയുന്നതെല്ലാം കേട്ട് അവിടേക്ക് വരുന്ന ഗുരുജി പറയുന്നത്, താക്കൂർ പറഞ്ഞത് സത്യമാണ്. ഭഗവാനുണ്ട്. ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. മാത്രവുമല്ല, ഈ കൈലാസവും ഭഗവാൻ ശിവന്റേതാണെന്നും ഗുരുജി പറയുന്നു. അത് കേട്ടതും ചാങ്ങിന് വല്ലാതെ ദേഷ്യം വരും. ചാങ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ആ ഒരു കൈലാസത്തെ ഞാൻ നശിപ്പിക്കുമെന്ന്. എന്നിട്ട് തന്റെ ആർമിക്കാരെ എല്ലാവരെയും റെഡിയാക്കുകയാണ്. ഒരുപാട് മിസൈലുകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തന്റെ ആയുധവുമായിട്ട് കൈലാസത്തെ നശിപ്പിക്കുവാനായിട്ട് ചാങ്ങും കൂട്ടരും എത്തിയിട്ടുണ്ട്. എന്നാൽ അവിടേക്ക് അഖണ്ഡ എത്തും. അഖണ്ഡയുടെ കയ്യിലാണെങ്കിൽ തന്റെ തൃശൂലം മാത്രമാണുള്ളത്. ആ ഒരു തൃശൂലം വെച്ച് ആർമി ഓഫീസറെയും അവരുടെ ആയുധങ്ങളെയും എല്ലാത്തിനെയും നേരിടുകയും ചെയ്യുന്നുണ്ട്. ചാങ്ങിനും തന്റെ ആർമിക്കാർക്കും അഖണ്ഡയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. ഇനിയും ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന് ചിന്തിച്ച ചാങ്ങാണെങ്കിൽ തന്റെ സ്പെഷ്യൽ ആർമി ഫോഴ്സിനെ ഇറക്കുന്നു. അവരാണെങ്കിൽ ഇലക്ട്രിക് ഷോക്കോട് കൂടിയാണ് എത്തിയിരിക്കുന്നതും. എന്നാൽ അഖണ്ഡയ്ക്കാണെങ്കിലോ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവസാനം അഖണ്ഡ വീക്കാകുവാനായും തുടങ്ങി. ഇത് ഭഗവാൻ ശിവൻ കാണുന്നുണ്ട്. ശിവനാണെങ്കിലോ വല്ലാതെ ദേഷ്യം വരികയും ഭഗവാൻ രുദ്രതാണ്ഡവം ആടുവാനായും തുടങ്ങി. അതോടുകൂടി അഖണ്ഡയ്ക്ക് പവർ കിട്ടുകയാണ്. അഖണ്ഡയാണെങ്കിൽ താണ്ഡവമാടിക്കൊണ്ട് ചാങ്ങിന്റെ ആളുകളെ എല്ലാവരെയും ഓരോരുത്തരെയായി കൊല്ലുവാനായും തുടങ്ങി. തന്റെ ആയുധം ഉപയോഗിച്ച് എല്ലാവരെയും നശിപ്പിച്ചു. അവസാനം ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമായ ചാങ്ങിനെയും കൊലപ്പെടുത്തുകയാണ്. എന്നിട്ട് ചാങ്ങിനെ എല്ലാ കാര്യങ്ങളും ഉപദേശിച്ചു കൊടുക്കുന്ന ആ ഒരു സീനിയർ ഉദ്യോഗസ്ഥനില്ലേ, സീനിയർ ഉദ്യോഗസ്ഥനെയും അഖണ്ഡ കൊന്നുകളയുന്നു. അവസാനമായി എത്തിയത് താക്കൂറിനടുത്തേക്കാണ്. താക്കൂർ അഖണ്ഡയെ കണ്ടതും കൈയെടുത്ത് തൊഴുവാനായും ആരംഭിച്ചു. എന്നാൽ അഖണ്ഡ താക്കൂറിനോട് പറയുന്നത്, നീ നിന്റെ വായുപയോഗിച്ചല്ലേ ദൈവമില്ല എന്ന് പറയുന്നത്. ആ വാ കൊണ്ട് തന്നെ നീ ജനങ്ങളോട് ദൈവമുണ്ടെന്നും അവർക്ക് എന്താപത്ത് വന്നാലും ദൈവം വരുമെന്നും എല്ലാ ജനങ്ങളെയും ദൈവം രക്ഷിക്കുമെന്നും നീ പറയണമെന്നും അഖണ്ഡ പറയുന്നു. എന്നിട്ട് താക്കൂറിനെ വെറുതെ വിടുകയാണ്. അങ്ങനെ ജനങ്ങളെ എല്ലാവരെയും നശിപ്പിക്കാനെത്തിയ ആ ഒരു വൈറസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ എല്ലാം നിർമ്മിച്ച് ജനങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയാണ്.
അതോടുകൂടി സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.